6 മാസത്തെ പഠനം കൊണ്ട് ഞാൻ നേടിയത് 3 സർക്കാർ ജോലി. അതെങ്ങനെയെന്ന് ഞാനിവിടെ പറയുകയാണ്. ഏത് പ്രതികൂല സാഹചര്യമായാലും ഈ 3 കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 2026 കഴിയുമ്പോഴേക്കും നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതിലെ ആദ്യത്തേതാണ് ആത്മവിശ്വാസം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നിങ്ങൾക്ക് അതിന് കഴിയും, ഐ ക്യാൻ എന്നുള്ള ഒരു വിശ്വാസം. നിങ്ങൾ പുതിയതായി പഠിച്ചു തുടങ്ങുന്ന ഒരാളായിക്കൊള്ളട്ടെ, അതോ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യമുള്ള ഒരാളായിക്കൊള്ളട്ടെ, എങ്ങനെ തന്നെയായാലും നിങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള നിങ്ങൾക്ക് തന്നെയുള്ള വിശ്വാസം അത് നിങ്ങളുടെ വിജയങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കും. അടുത്തതാണ് ആത്മസമർപ്പണം. നാം ഒരു കാര്യത്തിനിറങ്ങിയാൽ അതിനായി നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം. പിന്നെ അതായിരിക്കണം നമുക്കെല്ലാം. ഏത് വിധേനയും അത് നേടിയെടുക്കാൻ നാം ശ്രമിക്കണം. അതിനുള്ള മനസ്സുണ്ടാകണം. മൂന്നാമതായുള്ള കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൂടിച്ചേർന്നാൽ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. നിങ്ങൾക്ക് ചിലപ്പോൾ പകൽ ഒരു സമയം പോലും പഠിക്കാൻ സമയം കിട്ടുന്നവരാകില്ല. ജോലിക്ക് പോകുന്നവരോ വീട്ടിൽ ജോലികൾ ഉള്ളവരോ എന്തുമായിക്കൊള്ളട്ടെ, എന്നാലും നിങ്ങൾക്ക് ഒരു 5 മണിക്കൂർ പഠിക്കാനായി സമയം കണ്ടെത്താൻ കഴിയും. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ. ഉറങ്ങാനുള്ള 8 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂർ ഉറങ്ങി ബാക്കി 5 മണിക്കൂർ പഠിച്ച് 6 മാസം കൊണ്ട് ഞാൻ നേടിയത് 3 സർക്കാർ ജോലികളാണ്. കാരണം എനിക്ക് പകൽ സമയം പഠിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യമായിരുന്നില്ല. കൂടാതെ വളരെയധികം മാനസിക സമ്മർദ്ദം കൂടി എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും 6 മാസത്തെ പരിശ്രമം കൊണ്ട് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ 3 ജോലികൾ ഞാൻ നേടിയത് ഞാൻ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എനിക്ക് ജോലി ലഭിച്ചപ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതത്തോടെയാണ് എന്നെ നോക്കിയത്. കാരണം പഠിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല, വളരെയധികം മാനസിക പിരിമുറുക്കവും, അതായത് ബുദ്ധിമുട്ടി പഠിച്ചാൽ തന്നെ അത് മനസ്സിൽ നിൽക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയുമായിരുന്നു. എന്നിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഐ ക്യാൻ എന്ന ഒറ്റ വാക്കിലുള്ള വിശ്വാസമാണ് ഈ 3 ജോലികൾ നേടാൻ എന്നെ സഹായിച്ചത്. അതേ ഒരു കാലഘട്ടമാണ് ഞാൻ ഇവിടെ മുന്നിൽ കാണുന്നത്. 21 പരീക്ഷകളാണ് വിളിച്ചിട്ടുള്ളത്. ഏത് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ആളാണെങ്കിൽ പോലും പകൽ ഒരു മിനിറ്റ് പോലും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും രാത്രി ഉറങ്ങാനുള്ള സമയം കുറച്ച് ആ സമയം പഠനത്തിനായി ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പാക്കാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ലഭിക്കുന്ന സമയം നാം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ധാരാളം ബുക്കുകളും വീഡിയോ ക്ലാസ്സുകളുമെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. വളരെയധികം നീട്ടിവലിച്ച് പറയുന്ന ക്ലാസ്സുകൾ ഒക്കെയാണെങ്കിൽ നമുക്ക് അത്രയും സമയം നഷ്ടമാകും. പകരം വളരെ ലളിതമായി കൃത്യമായി മനസ്സിലാക്കുന്ന ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കുക. പകൽ സമയം നിങ്ങൾ ഒരു ഇയർബഡ് ഉപയോഗിച്ച് ജോലികൾക്കിടയിൽ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. ഓരോരുത്തരുടെയും സ്ട്രോങ് പോർഷനുകൾ കണ്ടെത്തി അതിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. വീക്ക് പോർഷനുകൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. എത്ര പഠിച്ചാലും മാർക്ക് പോകും എന്നുള്ള ഭാഗത്തിനായി കൂടുതൽ സമയം ചിലവഴിച്ച് സമയം കളയുന്നത് നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. നിലവിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നൽകി വരുന്നത്. എന്നാൽ ഇന്നു മുതൽ എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നിക്കുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ നിന്നും
വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി എന്നെപ്പോലെ ജോലി വേണമെന്ന് ഉറച്ച ആഗ്രഹത്തോടുകൂടി മുന്നോട്ടു പോകുന്ന നിങ്ങൾക്കായി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതു തരം ക്ലാസുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഗവൺമെന്റ് ജോലി നേടാനായി എന്നോടൊപ്പം കൈകോർക്കൂ. വിജയം.